ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽ കൊടുത്തതിന് ശേഷം അവരുടെ ബാക്കിൽ തട്ടിക്കൊടുക്കാറുണ്ടല്ലേ, ഗ്യാസ് പോകാനായിട്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് ബർപ്പിംഗ് എന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ബർപ്പ് ചെയ്യാനായിട്ട് 3 പൊസിഷൻസ് നമ്മുടെ AAP പറയുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. ആദ്യത്തേത്, നമ്മളൊരു ടവൽ എടുത്തിട്ട് തോളത്തേക്ക് ഇടുക, എന്നിട്ട് കുഞ്ഞിനെ തോളത്തേക്ക് കിടത്തുക എന്നുള്ളതാണ്. അവരുടെ താടി നമ്മുടെ തോളിന് മേലിൽ വരുന്നത് പോലെ വേണം കിടത്താനായിട്ട്. എന്നിട്ട് പതുക്കെ അവരുടെ ബാക്കിൽ നമുക്ക് തട്ടിക്കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് തടവി കൊടുക്കാവുന്നതാണ്. ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേത്, കുഞ്ഞിനെ നമ്മുടെ മടിയിലിരുത്തിയിട്ട് അവരുടെ താടിയിലും ചെസ്റ്റിലുമായിട്ട് നമ്മുടെ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് അവരെ പതുക്കെ ഒന്ന് മുന്നിലേക്ക് ചായ്ച്ച് വെച്ചുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തേത്, കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗം നമ്മുടെ കാലിൻ്റെ മേളിൽ വരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ മുകളിലായിട്ട് വരുന്നത് പോലെ അവരെ കിടത്തിയതിന് ശേഷം തല സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ തല വയറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി വെക്കാൻ കൂടെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ അവരുടെ ബാക്കിൽ തട്ടിക്കൊടുക്കാവുന്നതാണ്. ഓരോ തവണയും ബർബ് ചെയ്യുമ്പോൾ അവർ കവിട്ടണം അല്ലെങ്കിൽ ഏമ്പക്കം വരണം എന്നൊന്നും ഇല്ല. ചില സമയത്ത് അവർക്ക് ഏമ്പക്കം ഒന്നും വരാതെയും ഇരിക്കാം. അതുപോലെ തന്നെ പാല് കൊടുത്തതിന് ശേഷം ഉടനെ കുഞ്ഞിനെ കിടത്തുന്നതിന് പകരം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മുടെ കയ്യിൽ അപ്രൈറ്റ് പൊസിഷനിൽ പിടിച്ചതിന് ശേഷം കിടത്തുന്നതാണ് ഏറ്റവും നല്ലത്. മേൽപ്പറഞ്ഞ 3 ടെക്നിക്കുകളിൽ ഏതെങ്കിലും ഒന്ന്, ഏതാണോ കുഞ്ഞിനും നമുക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അത് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഓരോ തവണയും കുഞ്ഞിന് ബർബ് ചെയ്യാവുന്നതാണ്.